ഈ വീഡിയോയിൽ നമുക്ക് ബാർകോഡ് ലേബൽ എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബാർകോഡ് ലേബൽ പ്രിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മാനുവലായിട്ടും ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ടും. മാനുവൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രിൻറ്റിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ലേബൽസ് ഏതൊക്കെ ഐറ്റംസിനാണ് പ്രിൻറ്റ് വേണ്ടതെന്നുള്ളത് നമ്മൾ മാനുവലായിട്ട് 1 by 1 ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പർച്ചേസിൽ നിന്ന് ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ മാനുവൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻവെൻട്രിയിൽ പ്രിൻറ്റ് ലേബൽസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് ലേബലിൻ്റെ യൂട്ടിലിറ്റി ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് സെർച്ചിൽ ആവശ്യമുള്ള പ്രോഡക്റ്റിൽ സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റംസ് യൂട്ടിലിറ്റിയിലേക്ക് ആഡ് ആയിട്ട് വരും. അവിടെ നമുക്ക് നമ്പർ ഓഫ് ലേബൽസ് എന്നുള്ള കോളത്തിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, ലേബൽസ് എത്ര പീസാണ് വേണ്ടതെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസും അതിൻ്റെ നമ്പർ ഓഫ് ലേബൽസിൻ്റെ കൗണ്ട് നമുക്കിവിടെ ചൂസ് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു കൺഫർമേഷൻ ചോദിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് വരും. ഇൻ കേസ് ഈ ഒരു പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എററോ കാര്യങ്ങളോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻ്റർ കോൺഫിഗറേഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് ഏത് ബാർകോഡ് ലേബലിൻ്റെ പ്രിൻ്റർ ത്രൂ ആണ് പ്രിൻറ്റ് വരേണ്ടതെന്നുള്ളത് കോൺഫിഗറേഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. സോ അതിന് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് പ്രിൻ്റർ കോൺഫിഗ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പ്രിൻ്ററാണോ ആ പ്രിൻ്റർ ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ പ്രിൻറ്റ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് കൺഫർമേഷൻ ചോദിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് ഔട്ടായിട്ട് വരും. ഇനി അതേപോലെ തന്നെ നമുക്കത് ലേബൽ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷനും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്. രണ്ടാമത് വരുന്നത് നമ്മളൊരു പർച്ചേസിൽ നിന്ന് ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. ഏതാണോ പർച്ചേസ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ആയിട്ട് എടുക്കേണ്ടത് ആ പർച്ചേസിൻ്റെ ആക്ഷൻസിൽ പ്രിൻ്റ് ലേബൽ എന്നുള്ള ബട്ടൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്ത സെയിം യൂട്ടിലിറ്റിയിലേക്ക് ആ പർച്ചേസിലുള്ള എല്ലാ ഐറ്റംസും വിത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പർച്ചേസിൻ്റെ ആക്ഷൻസിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിലൊരു പർച്ചേസ് ചൂസ് ചെയ്യുകയാണ്. ഇതിൽ 2 ഐറ്റംസും അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണാം. ഇന്ന് ഞാൻ ഡയറക്റ്റ് ആക്ഷൻസിൽ പ്രിൻറ്റ് ലെവൽ കൊടുക്കുമ്പോൾ ആ ഐറ്റംസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഓട്ടോമാറ്റിക്കായിട്ട് യൂട്ടിലിറ്റിയിലേക്ക് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിൻറ്റും കാര്യങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് ബാർകോഡ് പ്രിൻറ്റിങ് വരുന്നത്.